അല്ല ഇതാരാ വരുന്നേ? പോകാൻ നിൽക്കാൻ തോന്നുന്നു. ആ ഇന്ന് ഞായറാഴ്ചയായേ പള്ളി പോണം. ഓ ആ കാര്യം ഞങ്ങൾ മറന്നു. നിങ്ങൾക്ക് 10 മണിക്കല്ലേ ആരാധന? വൈകി പോലാറൊന്നും പറയില്ലേ? ആരും പറയില്ല. ഞാൻ വന്ന കാര്യം പറയാം. അടുത്ത തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് എൻ്റെ അപ്പച്ചൻ്റെ ആണ്ട. രാവിലെ കുർബാനയുമുണ്ട്. എല്ലാവരും വരുന്നുണ്ടാ. ഞങ്ങൾ ആണ്ടിനും കുർബാനയ്ക്കൊന്നും വരാറില്ല. കുർബാനയ്ക്ക് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നാലോ? ശരി നോക്കാം. മറക്കല്ലേ. നീ കൊറേ നേരം കൂടി മുടി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ വീടിന്റെ ജോലി ഞാൻ തന്നെയല്ലേ ചെയ്യണത്? എന്നിട്ടാണ് ഈ ബൈബിളൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നത്. നിനക്ക് TV കാണാൻ സമയമുണ്ടല്ലോ, അതെടുത്ത് വായിച്ചൂടെ? ഞായറാഴ്ച എല്ലാ ദിവസം ഈ വീട് ചേർത്താൻ വരും. ഞാൻ നിന്റെ അടുത്ത് വഴക്കിടാവുന്നതല്ലേ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞു എന്നുള്ള. എപ്പോഴാണോ അതേപോലെ കൃത്യം അയ്യോ അവസാനത്തെ പാട്ടായല്ലോ. വന്ദനം നിനക്കാമേൻ. അപ്പൊ ശരി. സഹോദരൻ എന്താ ഉപദേശിയേ? ഇന്നത്തെ എന്റെ പ്രസംഗം കേട്ടായിരുന്നോ? ഇല്ല. ഇന്നത്തെ എന്റെ പ്രസംഗം ആരാധനയ്ക്ക് കൃത്യസമയത്ത് വരുന്നതിനെ കുറിച്ചും ഒരുങ്ങി വരുന്നതിനെ കുറിച്ചുമായിരുന്നു. എന്തു പറയാനാ, നമ്മുടെ ഇടയിലുണ്ട് ചില ആൾക്കാർ കൃത്യസമയത്ത് വരില്ല. ഒരു പനിയാന്ന് പറഞ്ഞ ആരാധന മുടക്കും. സഹോദരി എപ്പോഴും നേരം വൈകിട്ടാണ് വരിക. ഇനിയെങ്കിലും നേരത്തെ എത്താൻ ശ്രമിക്കണം. ശരി ഉപദേശിയെ, അടുത്ത ഞായറാഴ്ച മുതൽ ഒരുങ്ങി നേരത്തെ വരാൻ ഞാൻ ശ്രമിക്കാം.